അടുത്ത നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചെറിയ ഓട്ടോമാറ്റിക് വണ്ടികളാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പം ഇത് കേട്ടൺ ഓട്ടോമാറ്റിക്കാണ് കാണിക്കുന്നത്. 2016 മോഡൽ സിംഗിൾ ഓണർ. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 22,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വലിയ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. നോർമലി നമ്മൾ ആ വണ്ടി ഇറങ്ങിയ ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇത് നമുക്ക് 1 വർഷം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസും വരും. നമ്മളിപ്പോൾ 23 വണ്ടിയുണ്ട്, 22 കഴിഞ്ഞ് ഇനി നമുക്ക് 21 വണ്ടിയാണ്. അത് നമുക്ക് ബ്ലൂ ആണ്, എല്ലാം ഓരോരോ കളറാണ്. നമുക്ക് കളർ ചോദിച്ചാൽ കസ്റ്റമർക്ക് ഏത് സെലക്ട് ചെയ്യാം. ഇത് 2021 LXI ആണ്. ഇത് സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ വന്നിട്ട് 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ച 2016 ആണ്. ഇത് 2017 കേട്ടൺ ഓട്ടോമാറ്റിക് ആണ്. ഇത് 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടുത്ത നമ്മൾ 2016 ബെലേനോയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇത് 2016 ബെലേനോ ആൽഫ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് ബെലേനോ ഇറങ്ങുന്നതിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഓണർഷിപ്പ് 2ാമത്തെയാണ്. സെക്കൻഡ് ഓണറാണ് വരുന്നത്. കിലോമീറ്റർ വന്നിട്ട് 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ് കേട്ടോ. കൊല്ലം എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പോപ്പുലർ യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പ് തന്നെയാണ്. ചെറുകിട വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന സാധാരണക്കാർക്കായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഷോപ്പാണ്. കൊല്ലത്തെ ഒരു പ്രധാന ഷോപ്പാണ്. അതായത് വാഗണർ, ഓൾട്ടോ, കെഡ്, സാൻഡ്രോ അങ്ങനെയൊക്കെ ഉള്ള ചെറുകിട വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ നോക്കുന്ന എല്ലാവർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. മഴക്കാലമാണ്, ബൈക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പം ചെറിയ തുകയ്ക്കൊക്കെ കിട്ടുന്ന വണ്ടികൾ തിരക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നമുക്ക് വീണ്ടും കുറച്ച് ഓൾട്ടോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ പ്രാവശ്യം നമ്മൾ ഓൾട്ടോ 800 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം അത് കണക്കാണ് നമുക്ക് മോഡൽ കൂടി ഓൾട്ടോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ വന്ന് തുടക്കം പറഞ്ഞതേ അതാണ്, ചെറുകിട വണ്ടികളാണ് തോനെയും വരുന്നതെന്നാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ചെറിയ വണ്ടികളല്ല, അതിനകത്ത് കുറച്ച് മിക്സ് ആയിട്ട് വണ്ടികളുണ്ട്. മിക്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മാരുതിയുടെ വണ്ടിയുണ്ട്, അതർ മോഡൽസായി കിഡ് കിടപ്പുണ്ട്, പിന്നെ നമുക്ക് മോഡൽ കൂടി 23 ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ബെലേനോ, കേട്ടൺ ഓട്ടോമാറ്റിക് 2 വരുന്നുണ്ട്, വാഗണാർ വരുന്നുണ്ട്. നമുക്ക് എല്ലാം അത്യാവശ്യം ഒരു ഇടത്തരം റേഞ്ചിലുള്ള എല്ലാ വണ്ടിയും ഓൾട്ടോ മാത്രമായിട്ട് അല്ലെ അത്യാവശ്യം കസ്റ്റമർ ആഗ്രഹവും ആവശ്യമുള്ള കുറേ വണ്ടികൾ നമ്മൾ കാണിക്കുന്നുണ്ട്. സെലീരി കിടപ്പുണ്ട്, എക്സ്പ്രസ് കിടപ്പുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരു 5-6 രൂപ ബഡ്ജറ്റ് വരുന്ന എല്ലാ തരം വണ്ടികളും ഉണ്ട്. കസ്റ്റമർക്ക് ആഗ്രഹമുള്ള ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇതിൽ നോക്കി സെലക്ട് ചെയ്യാം, വന്ന് നേരിട്ട് കാണാം. അതിനുശേഷം നമുക്ക് ബാക്കി പ്രൈസിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ നമുക്ക് ഫസ്റ്റ് നമുക്ക് 2022 ഓൾട്ടോ 800 VXI എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ കാണിക്കുന്നത്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ കിലോമീറ്റർ ഇതുവരെ ഓടിയേക്കുന്നത് 27,000 കിലോമീറ്ററാണ്. നമ്മൾ ഈ VXI എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾട്ടോ 800 ഏറ്റവും ടോപ്പ് മോഡലാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 2 എയർ ബാഗ്, ABS, ഇൻബിൽറ്റ് തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്. സേഫ്റ്റി ഉണ്ട്. അപ്പോൾ സേഫ്റ്റി ഉണ്ട്. ABS ഉണ്ട്, ബാക്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഇൻബിൽറ്റ് സെൻട്രൽ ലോക്ക്. അതായത് നമ്മളൊരു കസ്റ്റമർ എടുത്ത് അഡീഷണൽ നമുക്ക് അത്യാവശ്യം ഫിറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ഫുൾ മാറ്റ്, റെയിൻ ഗാർഡ്, അങ്ങനെ പിന്നെ ടെയിൽ ലാമ്പിനകത്ത് ക്രോം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ മാരുതിയുടെ 1 വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് മെയിനായിട്ട് നമുക്ക് കുറച്ച് ഡൗൺ പേയ്മെൻറ്റ്, അതായത് നമുക്കൊരു 50 രൂപ 75 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? അത് 22,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. സിയറ്റിൻ്റെ ടയറാണ്. എങ്ങനെയായാലും നമുക്ക് ടയറൊക്കെ ഒരു 50% മേളിലുണ്ട്. കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് എന്തായാലും ഇപ്പോഴെങ്കിലും ടയർ മാറേണ്ട ഒരു കാര്യമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ പ്രൈസ് വരുന്ന 395 പ്രൈസിനകത്ത് നെഗോഷ്യബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പ്രൈസിനകത്തെല്ലാം വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് പ്രൈസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം. അതിനകത്ത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രൈസല്ല, അതിനകത്ത് വേരിയേഷൻ എന്തായാലും ഇതെന്നല്ല ഏത് വണ്ടിക്കാണെങ്കിലും നമുക്ക് വേരിയേഷൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് എത്ര രൂപയാണ് ആദ്യം ഇറക്കാൻ പറ്റും? നമുക്ക് മിനിമം ഒരു 50,000 രൂപ വരെ എടുക്കാം. പിന്നെ കസ്റ്റമർ ട്രാക്കും കാര്യങ്ങളും നോക്കിയാണ് 50 to 75 പറയുന്നത്. 50 ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ട്രാക്ക് ആണെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് ബാക്കി ലോണിട്ട് ഇറക്കി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അടുത്ത നമ്മൾ ഓൾട്ടോ 800 ആണ്. വീണ്ടും ഇത് 2023 മോഡലാണ്. സിംഗിൾ ഓണർ. ഇതിൻ്റെ കിലോമീറ്റർ 7,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഇത് നമ്മൾ ഓടിയിട്ടുള്ളൂ 7,000 കിലോമീറ്റർ ഓടി. 2 സർവീസേ വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ഓൾറെഡി 2 സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് നമുക്ക് ഓൾട്ടോയുടെ LXI ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. LXI അല്ല, LXI കഴിഞ്ഞിട്ടുള്ള മോഡലാണ്. അതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 എയർ ബാഗ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വലിയ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. നോർമലി നമ്മൾ ആ വണ്ടി ഇറങ്ങിയ ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇത് നമുക്ക് 1 വർഷം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസും വരും. ഇത് നമുക്ക് വണ്ടി വിലയുടെ ഏകദേശം 85, നേരത്തെ പറഞ്ഞാൽ ഒരു 50 രൂപ 75 രൂപ റേഞ്ചിൽ നമുക്ക് സ്റ്റീരിയോ ഇല്ല. സ്റ്റീരിയോ LXIക്ക് സ്റ്റീരിയോ വരുന്നില്ല. കസ്റ്റമറായിട്ട് അഡീഷണൽ ചെയ്തിട്ടുമില്ല. ഒറ്റ ഓണർ വണ്ടിയാണ്. റെഡ് കളറാണ്. അത്യാവശ്യം നല്ല കളറുമാണ് വരുന്നത്. ഈ കവർ നിങ്ങൾ
പൊതിഞ്ഞിട്ടേക്കുവാണോ? അല്ല, കസ്റ്റമർ തന്നപ്പം തന്നെ കിടന്നതാണ്. പിന്നെ നമ്മളത് ഇളക്കി കളയാൻ നിന്നില്ല. എടുക്കുന്ന കസ്റ്റമർക്ക് വേണമെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ല, 7000 കിലോമീറ്റർ ഓടിയിട്ട് വിളിച്ചിട്ടില്ല. 23 വണ്ടിയല്ലേ, നമുക്ക് കറക്റ്റ് സർവീസ് ഉണ്ട്, 2 സർവീസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർക്ക് മനസ്സിലാവും. വണ്ടിക്കകത്ത് ഇതിനകത്ത് ആ ബമ്പറിൽ കാണുന്ന ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അതിനകത്ത് ചെയ്യാനായിട്ടൊന്നും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതെല്ലാം ക്ലിയർ ചെയ്ത് ഷോറൂം കണ്ടീഷനിലായിരിക്കും വണ്ടി കൊടുക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്ന 410 ആണ്. 410 ആണ്. അതിനകത്ത് വേരിയേഷൻ ഉണ്ട്. കിലോമീറ്റർ എത്ര ഓടി? 7000 കിലോമീറ്റർ. അതായത് നമ്മൾ വണ്ടി എടുത്ത് ഫസ്റ്റ് സർവീസ് ആണ്, സെക്കൻഡ് സർവീസ്, 2 സർവീസ് വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോൾ 23 വണ്ടിയുണ്ട്, 22 കഴിഞ്ഞ്, ഇനി നമുക്ക് 21 വണ്ടിയാണ്. അത് നമുക്ക് ബ്ലൂ ആണ്, എല്ലാം ഓരോരോ കളറാണ്. നമുക്ക് കളർ ചോയ്സ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഏതും സെലക്ട് ചെയ്യാം. ഇത് 2021 LXI ആണ്. ഇത് സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ വന്നിട്ട് 17000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് ഇതിനകത്ത് സ്റ്റീരിയോ നമുക്ക് LXIക്കകത്ത് സ്റ്റീരിയോ വരുന്നില്ല, അത് കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് പക്ഷേ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഓവർ, റെയിൻ ഗാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നോർമലി വണ്ടി വിലയുടെ 80-85% വരെ ലോൺ ചെയ്യാം. അതായത് ഒരു കസ്റ്റമർക്ക് 50 75 ആ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്കൊരു മോഡൽ കൂടി വണ്ടി ഇറക്കി കൊടുക്കാം. 22 ഓടിയ ടയർ തന്നെയല്ലേ? അല്ല, ഇത് ഓക്കെ ഇത് ആ 22 ഓടിയ ടയർ തന്നെ ആണ്. പിന്നെ വണ്ടിക്കകത്ത് മേജറായിട്ട് പെയിന്റിംഗ് വർക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിനകത്ത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് വാറണ്ടി മെയിനായിട്ട് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡെലിവറി സമയത്ത് ചെയ്തു കൊടുക്കും. ഇത് നമ്മൾ ഇട്ടേക്കുന്നത് 370 ആണ് കേട്ടോ. 370 2021 17000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 17000 കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ്. പറഞ്ഞപ്പോൾ 22 നമ്മൾ ഫസ്റ്റ് ഓടി നമ്മൾ ആ ഫസ്റ്റ് കാണിച്ച വൈറ്റ് പറയണം. തിരുമറി വല്ലതും ഒരിക്കലും ഇല്ല. ഹിസ്റ്ററി ഉണ്ടല്ലോ, നമുക്ക് തെളിവ് എപ്പോഴും റെക്കോർഡാണല്ലോ. ഹിസ്റ്ററി നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. നമ്മളിപ്പം കാണിക്കുന്ന വീഡിയോയിലെ ഏറ്റവും ലോ റേഞ്ച് വണ്ടിയാണ്. 2011 ഓൾട്ടോ LXI ആണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഒറ്റ ഓണർഷിപ്പ് വണ്ടിയാണ്. കമ്പനി സർവീസാണ്. വണ്ടിക്കകത്ത് അങ്ങനെ മേജറായിട്ട് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ ബമ്പറിലൊക്കെ നേരത്തെ സ്ക്രാച്ചൊക്കെ വേണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷനൊക്കെ നമുക്ക് 4 ടയർ ഏകദേശം ആവറേജിന് മേളിലുണ്ട്. എടുക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുക്കും. നമുക്ക് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ പോളിഷിംഗ് ഉണ്ട്, പിന്നെ ജനറൽ ചെക്കപ്പ്. അങ്ങനെ എടുത്ത് പെട്ടെന്നൊരു കസ്റ്റമർക്ക് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു എമൗണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. പേര് മാറുന്നുള്ള നമ്മൾ പറയുന്ന എമൗണ്ടിനകത്ത് വരും. അതിനകത്ത് ഞാൻ നിങ്ങളുടെ ഈ വില കുറഞ്ഞ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞ് തമ്പലയും വെച്ചിട്ടേ അവസാനം വീഡിയോ കാണുമ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മലപ്പുറത്ത് ബായി നിങ്ങൾ അവിടെ വന്ന് വണ്ടി എടുക്കും, ഇവന്മാരൊക്കെ കൊള്ളായ എന്ന് പറഞ്ഞ് പറയുന്നത്. വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോഴും നമ്മളിപ്പം കാറെന്നല്ല ഏതൊരു കാര്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രൈസ് കൊടുത്തേ പറ്റൂ. നമുക്ക് ഒരു മോഡൽ തന്നെ പല റേറ്റിൽ കിട്ടും. അത് ആ ക്വാളിറ്റി ബേസിലായിരിക്കും. ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ നല്ല ക്വാളിറ്റി പ്രൈസ് കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ മലപ്പുറത്ത് 2011 വണ്ടി ആ ഒരു ക്വാളിറ്റിയും ഇല്ലെങ്കിൽ ആ ഒരു ഇതേ കാണുകയുള്ളൂ. അതുകൊണ്ടായിരിക്കും ആ ഒരു വില ചോദിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന മലപ്പുറത്തുകാരുണ്ടെങ്കിൽ അവർ ചീത്ത വിളിക്കും കേട്ടോ. നമ്മൾ 2011 LXI നമ്മൾ കൊല്ലം മാർക്കറ്റ് വിറ്റ് വന്ന വിലയാണ്. നമുക്ക് ഈ ഒരു മാർക്കറ്റ് വിറ്റ് വന്ന വില ചോദിച്ചാലേ നമുക്ക് കച്ചവടം നടക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് വില കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സെയിൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ലല്ലോ. നമ്മൾ കുറേ വീഡിയോ ചെയ്യുന്നില്ല, നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അടുത്ത നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചെറിയ ഓട്ടോമാറ്റിക് വണ്ടികളാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പം ഇത് കേട്ടൺ ഓട്ടോമാറ്റിക്കാണ് കാണിക്കുന്നത്. 2016 മോഡൽ സിംഗിൾ ഓണർ. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 22,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് പ്രോപ്പർ കമ്പനി സർവീസാണ്, ഫുൾ സർവീസ് ഉണ്ട്. നമുക്ക് ഈ 22,000 കിലോമീറ്ററിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റെക്കോർഡും കാര്യങ്ങളും നമുക്ക് എടുത്തു കൊടുക്കാം. എല്ലാം പോപ്പുലറിൻ്റെ തന്നെ സർവീസ് സെൻ്ററിലാണ് ചെയ്തേക്കുന്നത്. ടയറൊക്കെ നോക്കിയാൽ മതി. ആ 22,000 കിലോമീറ്റർ ബ്രിസ്റ്റോൻ്റെ കമ്പനി ടയറാണ് 5ഉം കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്കകത്ത് അത് അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ, അതുപോലെ തന്നെ ഫുൾ മാറ്റ്, നമുക്ക് സ്പോയിലർ, അങ്ങനെ അത്യാവശ്യം ഒരു വണ്ടിക്കകത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി കസ്റ്റമർ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് പോപ്പുലറിൻ്റെ 6 മാസം വാറണ്ടി വരുന്നതാണ്. എൻജിൻ, ഗിയർ ബോക്സ് നമ്മളെ കമ്പനിയുടെ 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. വണ്ടിക്കകത്ത് മേജറായിട്ട് ഇപ്പം പെയിൻറ്റിങ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തരുന്നതിന് മുമ്പ് ജനറൽ ചെക്കപ്പും പോളിഷിങ്ങും എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ഇതും നമുക്ക് ഫിനാൻസ് സൗകര്യമുള്ള വണ്ടിയാണ്. വണ്ടി വിലയുടെ ഏകദേശം ഒരു 80-85% വരെ നമുക്ക് 4 വർഷം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു ചെറിയ റേഞ്ചിൽ ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് എങ്ങനെയാണ്? ഇത് നമ്മൾ മാരുതിയിലല്ല എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കൽ ഏജസ് ആണ് വരുന്നത്. അപ്പോൾ മൈലേജിനകത്ത് വലിയ ബാക്കിയുള്ള വണ്ടികളനുസരിച്ച് ഒരുപാട് വ്യത്യാസമൊന്നും വരത്തില്ല. നമുക്ക് ലോങ് എന്തായാലും ഒരു 18-നും 20-നും ഇടയ്ക്ക് എന്തായാലും മൈലേജ് കിട്ടും ഉറപ്പായിട്ടും കിട്ടും. അത് നമ്മൾ ലോങ് ഡ്രൈവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാഫിക്കിലല്ല, ട്രാഫിക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അടുത്ത നമ്മൾ 2016 ബെലേനോയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇത് 2016 ബെലേനോ ആൽഫ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് ബെലേനോ ഇറങ്ങുന്നതിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഓണർഷിപ്പ് 2ാമത്തെയാണ്, സെക്കൻഡ് ഓണറാണ് വരുന്നത്.
കിലോമീറ്റർ വന്നിട്ട് 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വിലേനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അഡീഷണൽ ഒന്നും പറയാനില്ല. വണ്ടിക്കകത്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ക്യാമറ ഉൾപ്പെടെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഇത് ആൽഫ ഏറ്റവും ടോപ്പ്, ബലേനയുടെ തന്നെ ഏറ്റവും ടോപ്പ് മോഡലാണ്. ഇതിനകത്ത് പിന്നെ പ്രധാനം പറഞ്ഞാൽ ഇതിൻ്റെ 4 ടയർ നോക്കിയാൽ മതി. ഏകദേശം JKയുടെ ടയർ ഒരുപോലെ ഇപ്പോൾ മാറിയതുള്ളൂ. മാറിയിട്ട് ഏകദേശം ഒരു 2000 കിലോമീറ്ററേ 4 ടയർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ഈ ടയറിനെ പറ്റി പെട്ടെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ കളർ വന്നിട്ട് ബ്ലൂ ആണ്. ഇത് നമുക്ക് നോർമലി 6 മാസം വാറണ്ടി കവറേജ്, പോപ്പുലറിൻ്റെ 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഇതിനകത്ത് മേജറായിട്ട് നമുക്ക് ബോഡിക്കകത്ത് പെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നമ്മൾ എല്ലാ വണ്ടിയിലും പറയുന്ന കണക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നീറ്റാക്കി പോളിഷിംഗ് ഉൾപ്പെടെ ചെയ്താണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ഇതും ഫിനാൻസ് നമുക്ക് 4 വർഷം ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്ന 540 ആദ്യം എത്ര രൂപ നമുക്ക് ഇറങ്ങാം? ഇത് നമുക്കൊരു 75-ന് 1 രൂപയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റും. നല്ല ട്രാക്കാണെങ്കിൽ നമുക്ക് 75 രൂപയ്ക്ക് സുഖമായിട്ട് ഇറങ്ങി വരും. ബലേനോ 2016 ആൽഫയാണ്, ഏറ്റവും ടോപ്പ് മോഡലാണ്. ഇപ്പോൾ 75,000 രൂപ എന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം അടവ് എങ്ങനെയായിരിക്കും വരുന്നത്? മാസം അടവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 4 വർഷമൊക്കെ ആണെങ്കിൽ ഒരു പെർ ലാക്കിന് 2,800 രൂപ 850 രൂപ റേഞ്ച് വരും. പെർ ലാക്ക് 2,800 രൂപയ്ക്ക് വരും. അതായത് നമ്മളിപ്പോൾ ഒരു 4 ലക്ഷം രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ 10 രൂപ റേഞ്ച് അടവ് എന്തായാലും റേഞ്ച് വരും. അടുത്ത് നമുക്ക് ബലേന കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു വലിയ വണ്ടിയിലോട്ട് പോകുന്നത് ഒരു സെലീരയിലോട്ട് പോകാം. സെലീരോ ZXi ആണ്. മോഡൽ വന്നിട്ട് 2021, സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തുറന്നു നോക്കിയോ. മാനുവൽ അല്ലേ? മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ വണ്ടിയാണ്. വണ്ടിക്കകത്ത് എല്ലാ വണ്ടികളും പറയുന്നതൊക്കെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഫുൾ മാറ്റ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇത് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലല്ലേ? അതെ, ZXi ആണ്. എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. പിന്നെ വണ്ടിക്കകത്ത് പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇത് നമ്മളെ മാരുതിയുടെ വാറണ്ടിയും ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. ഇതിനും ഫിനാൻസ് സൗകര്യമുണ്ട്. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് 5 വർഷം ഫിനാൻസ് സുഖമായിട്ട് കിട്ടും. നേരത്തെ പറഞ്ഞാൽ കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് മതി. ഒരു 75-ന് 1 രൂപയ്ക്ക് ഇടയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന വണ്ടികളാണ്. അത്യാവശ്യം സെലീരാകുമ്പോഴത്തേക്ക് നല്ല സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് വണ്ടിക്കകത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ എല്ലാം ഉണ്ട്, നോക്കിക്കോ. അത്യാവശ്യം ടയർ കണ്ടീഷൻ 4 ടയറും നല്ല കണ്ടീഷൻ തന്നെയാണ്. വണ്ടിക്കകത്ത് ബോഡിക്കകത്ത് മേജറായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. വണ്ടി സർവീസ് ചെയ്തേക്കോ അല്ലേ? സർവീസ് എന്ന് പറഞ്ഞാൽ ബോഡി സർവീസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അകമൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് സർവീസ് ചെയ്തിട്ടേക്കാണ്. പിന്നെ വണ്ടി നീറ്റാണ്, കാണുമ്പോൾ അറിയാലോ. ഓക്കെ, ഇനി ഇതിൻ്റെ വില പറ. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 555 2021 555. കിലോമീറ്റർ എത്ര? 32,000 കിലോമീറ്റർ. ജനുവൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഫുൾ സർവീസ് ചോദിക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പം ഡിജിറ്റൽ ആണെങ്കിലും മാറ്റാൻ പറ്റും എന്നും നമുക്ക് ആ റെക്കോർഡിൻ്റെ ട്രാക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. നമുക്ക് എങ്ങനെ തിരുത്തിയാൽ ആ ട്രാക്ക് കറക്റ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ കിടക്കുന്ന എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉണ്ട്. അത് ആവശ്യപ്പെടുന്ന കസ്റ്റമർക്ക് ഹിസ്റ്ററി നമുക്ക് ഷെയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഏത് വണ്ടിയാണെങ്കിലും. അടുത്തത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമ്മൾ നേരത്തെ കാണിച്ച 2016 ഇത് 2017 കേട്ടൺ ഓട്ടോമാറ്റിക് ആണ്. ഇത് 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചത് 22,000 കിലോമീറ്റർ ആണ്. ഇത് 32,000 കിലോമീറ്റർ ഓടിയ കേട്ടൺ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്, 2ാമത്തെ ഓണർഷിപ്പാണ്. ഇത് പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ വണ്ടിക്ക് മേജറായിട്ട് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 6 മാസം വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ്. കളർ വന്നിട്ട് ഗ്രേ ആണ്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് വണ്ടികളുടെ 80-85% വരെ നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ആദ്യം ചെറിയ ഡൗൺ പേയ്മെൻറ്റ് മതി. നമുക്കൊരു 70-75 രൂപ. നമുക്കൊരു ഓട്ടോമാറ്റിക് നോക്കുന്ന ചെറിയ ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എപ്പോഴും പോസിറ്റീവാണ്. ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അഡീഷണലാണ്. നോർമലി കേട്ടൺ VXi വരുന്നില്ല, അത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓണർ ചെയ്തതാണ്. ടയർ കണ്ടീഷനൊക്കെ നോക്കിയോ, ടയർ കണ്ടീഷൻ എല്ലാം നല്ല കണ്ടീഷൻ ടയർ തന്നെയാണ്. കിലോമീറ്റർ എത്രയായിരുന്നു? ഇത് കിലോമീറ്റർ 31. ഇതിനകത്ത് നമുക്ക് ഓടിയ ടയർ തന്നെയല്ലേ? അതെ, നമുക്ക് ഇതിനകത്ത് എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. ഡ്രൈവർ സീറ്റ് ഡ്രൈവർ സൈഡ് മാത്രം എയർ ബാഗ് വരുന്നുണ്ട്. ഗ്രേ കളർ വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ ഇട്ടേക്കുന്നത് 395. കുറയ്ക്കാം തീർച്ചയായിട്ടും. വണ്ടി വന്ന് കണ്ടതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും പ്രൈസ് കുറച്ച്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇത് സത്യത്തിൽ കൂട്ടിയിട്ടിട്ട് മാർക്കറ്റ് വില തന്നെയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കണ്ട് ആരെങ്കിലും കസ്റ്റമർ വിളിക്കുമോ? നമ്മൾ മാർക്കറ്റ് വിട്ടു വന്ന വില തന്നെയാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നമ്മൾ നെഗോഷ്യബിൾ, ഏത് വണ്ടിയാണെങ്കിലും വന്ന് കണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുവാണെങ്കിൽ ആ കസ്റ്റമർക്ക് എടുക്കുന്ന സമയത്ത് വില തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അടുത്ത എക്സ്പ്രസ് ആണ്, 2019 മോഡലാണ്. വേരിയൻറ്റ് വന്നിട്ട് VXi എന്നാണ് കേട്ടോ. VXi സിംഗിൾ ഓണർ വണ്ടിയാണ്. നോക്കിയോ, 2019 എക്സ്പ്രസോ VXi ആണ്, സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ വന്നിട്ട് 55 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. നമുക്ക് ചെറിയ ഒരു ബഡ്ജറ്റിലുള്ള വണ്ടി. ഇത് VXi എന്ന് പറയും. VXi ഉണ്ട്, VXi പ്ലസ് വരും. അതായത് സെക്കൻഡ് 2ാമത് വരുന്ന വേരിയൻ്റ് ആണ് എക്സ്പ്രസോടെ. ഓക്കെ,
ഇതും നമുക്ക് മാരുതിയുടെ വാറണ്ടി, നമ്മൾ പറഞ്ഞ വണ്ടികൾക്കെല്ലാം മാരുതിയുടെ വാറണ്ടിയും കാര്യങ്ങളും ഉണ്ട്. കസ്റ്റമർ പൈസ മുടക്കുമ്പോൾ കസ്റ്റമർ തന്നെ ചോദിക്കും നമുക്കൊരു ഗ്യാരണ്ടി എന്താണ്, അതിനാണ് നമ്മൾ പറയുന്നത് ഈ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇതിനകത്ത് ബാക്കിൽ സെൻസർ വരുന്നുണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗും സേഫ്റ്റി എല്ലാവരും ഇപ്പോൾ നോക്കുന്ന സേഫ്റ്റി ഫീച്ചേഴ്സാണ്. അത് അത്യാവശ്യം മാരുതിയുടെ എല്ലാ വണ്ടികൾക്കും വരുന്നുണ്ട്. ടയറും കാര്യങ്ങളും കുഴപ്പമില്ല, രണ്ടാമത് മാറിയ ടയറാണ്. കളർ വന്നിട്ട് റെഡാണ്. ഇത് നമുക്ക് ലോൺ സൗകര്യമുള്ള വണ്ടിയാണ്. വണ്ടി വിലയുടെ ഏകദേശം ഒരു 80-85% വരും. ആദ്യം ഒരു 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് ബാക്കി നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 4.15 ആണ്. 4.15. വില നെഗോഷ്യബിൾ ആണ്. കസ്റ്റമർക്ക് വന്ന് കണ്ടതിന് ശേഷം നമുക്ക് വിലയുടെ കാര്യത്തിൽ ഫൈനൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത്ര നേരം മാരുതിയുടെ വണ്ടികളാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു അതർ മോഡൽ വണ്ടി റെനോൾട്ടിൻ്റെ നമുക്ക് കിഡിലോട്ട് പോകാം. ഇത് 2020 കിഡ് RXL എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 27,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാരുതിയുടെ കണക്ക് തന്നെ ഈ വണ്ടിക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. RXL സാധാരണ അതർ ബ്രാൻഡിന് അങ്ങനെ വാറണ്ടി കൊടുക്കൂ? അത് മാരുതി വാറണ്ടിയാണ്. ഇത് നമ്മൾ പോപ്പുലർ കൊടുക്കുന്ന വാറണ്ടിയാണ്. നമുക്ക് എൻജിൻ ഗിയർ ബോക്സ് അതിനെല്ലാം നമ്മൾ വാറണ്ടി കവറേജ് ഉണ്ട്. അത് നടക്കുന്ന വണ്ടി ആകമൊക്കെ കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ വന്നിട്ട് 27 വണ്ടി വരുന്നത്. ആ ഓടിയ ടയർ തന്നെയാണ്. ഓടിയ ടയർ തന്നെ നടക്കുന്നത്. കൊല്ലം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. KL02 രജിസ്ട്രേഷൻ വരുന്നത്. ബാക്കിൽ സെൻസറും എയർ ബാഗും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അത് ഓൾറെഡി ഈ വണ്ടിക്കകത്ത് ഈ മോഡലിനകത്ത് വരുന്നതാണ്. പിന്നെ അത്യാവശ്യം ഒരു നല്ല കളറാണ്. നമുക്ക് വൈറ്റും സിൽവറും എന്നുള്ള റെയർ ആയിട്ടുള്ളൊരു കളറാണ്. എന്നാൽ അത് അത്യാവശ്യം കാണാൻ നല്ല ലുക്കുള്ള ക്യൂട്ട് കളറാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്ന 390. വേറെ ആക്സിഡന്റ് കേസ് ഒന്നുമില്ല. ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. എടുക്കുന്ന എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉണ്ട്. അതെല്ലാം ചെക്ക് ചെയ്ത് ഫിനാൻസ് സൗകര്യമുണ്ട്. നേരത്തെ പറഞ്ഞ കണക്കാണ് നമുക്ക് ആദ്യം ഒരു 10-80 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ സൗകര്യമുള്ള വണ്ടിയാണ്. നമുക്കൊരു 5 വർഷം വരെ ലോൺ കിട്ടും. 5 വർഷം കിട്ടും? 5 വർഷം ചെയ്ത് കൊടുക്കാം. 2020 മോഡലുണ്ടല്ലോ, 5 വർഷം ചെയ്ത് കൊടുക്കും. നമ്മൾ നേരത്തെ കേട്ടൺ ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഒരു വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ വാഗണർ ഓട്ടോമാറ്റിക്കിലോട്ട് പോകാം. ഇത് 2016 വാഗണർ ഓട്ടോമാറ്റിക് ആണ്. വണ്ടി വന്നിട്ട് സിംഗിൾ ഓണർ. കിലോമീറ്റർ വന്നിട്ട് ഓടിയേക്കുന്നത് 46,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതാകുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2016 മോഡലാണ്. സിംഗിൾ ഓണർ. 47,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. വണ്ടിക്ക് നേരത്തെ പറഞ്ഞെടുക്കുക ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പോപ്പുലറിൻ്റെ 6 മാസം വാറണ്ടി കവറേജ് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ബേസിക്കായിട്ട് സീറ്റ് കവർ, ഫുൾ മാറ്റ് എല്ലാ വണ്ടിയിലും പറഞ്ഞെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ കാര്യങ്ങളും കുഴപ്പമില്ല. ടയറെല്ലാം സെക്കൻഡ് ടയറാണ് കിടക്കുന്നത്. ടയറെല്ലാം മാറിയിട്ടുണ്ട്. എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് ടയർ മാറേണ്ട കാര്യമില്ല. 4 ടയറും ഒരുപോലെ ഇപ്പം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോളോ ടയറാണ് 4 കിടക്കുന്നത്. പിന്നെ സെൻസർ, അതുപോലെ സ്പോയിലർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. കളർ വന്നിട്ട് വൈറ്റ് ആണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 430 ചോദ്യം. 430. ടയർ 4 നോക്കുകയാണ്. ടയർ 4 പുതിയ ടയറാണ് കിടക്കുന്നത്. 430. ഇതും ഫിനാൻസ് സൗകര്യം നമുക്കുണ്ട്. വണ്ടി വിലയുടെ ഏകദേശം നമുക്ക് എല്ലാ വണ്ടികളെയും പറയുന്ന കണക്ക് ഒരു 75 രൂപ റേഞ്ചിൽ സുഖമായിട്ട് നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വാഗണർ ഓട്ടോമാറ്റിക് 2016 മോഡലാണ്. നമ്മളിനി അടുത്ത ഒരു പുതിയ മോഡൽ വാഗണർ ഓട്ടോമാറ്റിക്കാണ് കാണിക്കുന്നത്. പുതിയ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ മോഡൽ തന്നെ 2023 ZXA ബിഗ് ബോയ് അല്ലേ? ബിഗ് ബോയ് തന്നെയല്ലേ? 2023 ZXA പ്ലസ് സിംഗിൾ ഓണർ 4,000 കിലോമീറ്റർ. 4,000 കിലോമീറ്റർ? 2023 ZXA പ്ലസ് സിംഗിൾ ഓണർ 4,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. 23 ആകുമ്പോൾ ഒരു വർഷം മാറി കഴിഞ്ഞു. 2 സർവീസേ ചെയ്തിട്ടുള്ള വണ്ടിയുടെ. 2 സർവീസിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 23 ZXA പ്ലസ് 4,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു അപാകതയില്ല. വരുന്ന കസ്റ്റമർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നോക്കാം. ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം. വണ്ടിക്കകത്ത് ബാക്കിലെ ക്യാമറ വരുന്നുണ്ട്, സ്ക്രീൻ വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്. ഏത് വേരിയന്റ്? ZXA പ്ലസ് എന്ന് പറയുന്നത് ടോപ്പാണ്. ടോപ്പ് വേരിയന്റ് ZXA പ്ലസ് ആണ്. ഇത് നമ്മൾ 1 വർഷം വാറണ്ടി കവറേജ് വരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ അലോയ്സ് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. ഷോറൂം കണ്ടീഷൻ വണ്ടി. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. സീറ്റ് കവർ കമ്പനി സീറ്റ് കവർ അല്ല, കസ്റ്റമർ അഡീഷണൽ ആയിട്ട് കസ്റ്റമറായിട്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ മാറ്റ് ഉണ്ട്. എത്ര ചോദ്യം? ഇത് നമ്മൾ ഇട്ടേക്കുന്ന 7,4. പുതിയ വണ്ടിയുടെ വില? പുതിയ വണ്ടിക്ക് 8 മേളിലുണ്ട്. ഉള്ള തന്നെ സത്യം. അന്വേഷിക്കാമല്ലോ. എന്തായാലും നമ്മൾ ഈ വില പറയുമ്പോൾ കസ്റ്റമർ എന്തായാലും പുതിയ വണ്ടിയുടെ വില തിരക്കുമല്ലോ. ഓട്ടോമാറ്റിക് വില നെഗോഷ്യബിൾ ആണ്. വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നമുക്ക് ചെറിയ വേരിയേഷൻ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇത് 13 വാഗണർ VXI ആണ്. വണ്ടി വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പാണ് കേട്ടോ. കിലോമീറ്റർ വന്നിട്ട് ഓടിയേക്കുന്നത് 57,023 കിലോമീറ്റർ. 57,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. 13 മോഡലാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ചോദിക്കും കിലോമീറ്റർ കറക്റ്റ് ആണോ എന്ന്. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് നമുക്ക് എടുത്ത് കൊടുക്കാം. 57 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് ഫിനാൻസ് സൗകര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 വർഷം ഫിനാൻസേ കിട്ടുള്ളൂ.
പിന്നെ അതുപോലെ തന്നെ VXI മോഡലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് അപാകതകളായിട്ടൊന്നുമില്ല. പിന്നെ ചെറിയ ഇതിനകത്ത് RH ടെയിൽ ലാമ്പിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്, അത് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കും. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് എടുത്ത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മേജറായിട്ട് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 2013 ഒരു 3 വർഷം വരെ നമുക്ക് ഫിനാൻസ് കിട്ടാം. അപ്പോൾ എത്ര രൂപ ഇറക്കാൻ പറ്റും? ആദ്യം നമുക്ക് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് 1 രൂപയെങ്കിലും അടയ്ക്കേണ്ടി വരും മിനിമം. 1 രൂപ എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തിൻ്റെ ഇതുകൊണ്ട് അത്രയും ഫണ്ടിങ് കുറവായിരിക്കും. നിങ്ങളിവിടെ ഈ ഫുൾ ഓൺ കയറുന്ന വണ്ടികളൊന്നും കിടപ്പില്ല? ഇപ്പം നിലവിൽ ഫുൾ ഓൺ കയറുന്ന വണ്ടികളൊന്നും കിടപ്പില്ല, ഒന്നുമില്ല. ഇല്ല, എല്ലാം അത്യാവശ്യം നമുക്കൊരു 50 രൂപ 75 രൂപ റേഞ്ചിൽ ഇറങ്ങി വരുന്ന വണ്ടികളാണ്. ടയർ പുതുതായിട്ട് ഇട്ടയാണോ? ടയർ രണ്ടാമത്തെ ടയറാണ്, നമുക്ക് കിലോ 57 ആയല്ലോ, അപ്പോൾ ഓൾറെഡി ചേഞ്ച് ചെയ്ത സെക്കൻഡ് ടയറാണ് കിടക്കുന്നത്. എത്ര ചോദിച്ചേ? ഇത് നമ്മൾ ഇട്ടേക്കുന്നത് 325 2013 VXI ആണ്, സിംഗിൾ ഓണർ വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം പിൻവലിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചെറുകിട വണ്ടികൾ മാത്രമാണെന്നാണ് പറഞ്ഞത്, പക്ഷേ അതെല്ലാം അല്ലാത്ത വണ്ടികളും ഉണ്ട്. പിന്നെ അതേപോലെ ചെറുകിട വണ്ടികളാകുമ്പോൾ പൈസ അത്യാവശ്യം കുറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ വണ്ടികളുടെ മോഡലും കിലോമീറ്ററും ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൈസ ആവുന്ന വണ്ടികളായിരുന്നു കാണിച്ചു തന്നത്. അപ്പോൾ ഈ തുടക്കം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വണ്ടിയുടെ വാല്യൂ, വില, കാര്യങ്ങളെ പറ്റി ഞാൻ വലുതായിട്ട് തിരക്കാതെയാണ് തുടങ്ങി വെച്ചത്. അപ്പം എന്നുവെച്ചാൽ പുള്ളി വേറെ കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പം ഞാനങ്ങ് തുടങ്ങിയതാണ്, എന്തുവാ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയതാണ്. പക്ഷേ അത് പുള്ളി പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ടിസ്റ്റാണെന്നുള്ള കാര്യം എനിക്കങ്ങോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ വണ്ടികൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നല്ല നല്ല വണ്ടികളായിരുന്നു. വിലയായാലും വണ്ടിയുടെ ക്വാളിറ്റി ആയാലും ഒക്കെ നല്ല രീതിയിൽ നോക്കി നല്ലപോലെ ചെക്ക് ചെയ്യാനുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, ഒരു നല്ല വണ്ടികളാണ് കിടന്നില്ല. അപ്പം വണ്ടികൾ വന്ന് നല്ല രീതിയിൽ വന്ന് ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.